നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയബന്ധത്തിന്റെ രഹസ്യം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനുള്ളിലാണ്. ആകർഷണം, ആഗ്രഹം, വിശ്വാസം, ദീർഘകാല ബന്ധം എന്നിവ വെറും വികാരങ്ങളല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ആഴത്തിൽ എഴുതപ്പെട്ട ബയോകെമിക്കൽ പ്രോഗ്രാമുകളാണ്. പ്രണയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ ധാരണയും തിരുത്താൻ തയ്യാറാവുക. ചില ബന്ധങ്ങൾ വർഷങ്ങളോളം സജീവമായി നിലനിർത്തുമ്പോൾ മറ്റുള്ളവ അവ ആരംഭിക്കുന്നത്ര വേഗത്തിൽ ഇല്ലാതാകുന്നു. ഇതിന് കാരണം തലച്ചോറിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളാണ്. ഇന്ന് നമ്മൾ വളരെ കാലം നിലനിൽക്കുന്ന പ്രണയത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും അവിശ്വസനീയമായ ന്യൂറോ സയൻസിനെ കുറിച്ച് പരിശോധിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ പ്രണയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്നേക്കുമായി മാറിയേക്കാം. പ്രണയത്തിൻ്റെ ആവേശകരമായ ആദ്യ നാളുകളിൽ മാത്രമല്ല, ദീർഘകാല ബന്ധങ്ങളിലും തലച്ചോറ് പ്രണയാകർഷണത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ചില ആളുകളെ നമുക്ക് മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചില ദമ്പതികൾ പതിറ്റാണ്ടുകളായി ഭ്രാന്തമായി പ്രണയത്തിലാകുമ്പോൾ മറ്റു ചിലർക്ക് മാസങ്ങൾക്കുള്ളിൽ പ്രണയത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ട് ബ്രേക്കപ്പ് ആകുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ഇപ്പോൾ ശാസ്ത്രം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ന്യൂറോ സയന്റിസ്റ്റുകൾക്ക് ഇതിന് ഉത്തരങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അവയെ ലളിതമായി മനസ്സിലാക്കുന്നു. നമസ്കാരം, ഇന്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് പ്രണയത്തിൻ്റെ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന സ്പാർക്കും ബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴുണ്ടാകുന്ന തിളക്കവും തമ്മിലുള്ള വ്യത്യാസവും ഇതിൽ ഡോപ്പമൈൻ്റെ ബന്ധവും പരിശോധിക്കാം. പ്രണയത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ഹൃദയം അസാധാരണമായി മിടിക്കുന്നു. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജീവിത രേഖയായി മാറുന്നു. ഓരോ സന്ദേശവും വൈദ്യുതി പോലെ തോന്നുന്ന ഘട്ടം നിങ്ങൾക്കറിയാമോ? ഇത് വരുന്നത് ഡോപ്പമൈൻ എന്ന തലച്ചോറിലെ ഒരു രാസവസ്തുവിൽ നിന്നാണ്. ഇത് പ്രതീക്ഷ, ആവേശം, പ്രതിഫലം എന്നിവയുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ശാസ്ത്രജ്ഞർ ഇതിനെ പുതിയ ബന്ധങ്ങളുടെ ഊർജം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ എല്ലാം മാന്ത്രികമായി തോന്നുന്നത്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ തലച്ചോറ് സുഖകരമായ ഒരു രാസവസ്തുക്കൾ കൊണ്ട് നിറക്കുന്നു. ഈ ഘട്ടം ഒരു ഉത്തേജകത്തിന് സമാനമാണ്. ഇത് നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നു, കൂടുതൽ നേരം ഉണർന്നിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ബന്ധത്തിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷെ ഒരു പ്രധാന കാര്യം, തലച്ചോറിന് ഈ ഡോപ്പമൈൻ കുതിച്ചുചാട്ടം എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല. ഹണിമൂൺ ഘട്ടം മങ്ങുന്നത് എന്തുകൊണ്ടാണ്? കാരണം തലച്ചോറ് പുതിയ സാധാരണ അവസ്ഥ പഠിക്കുന്നു. കാലക്രമേണ സ്വാഭാവികമായ എന്തെങ്കിലും സംഭവിക്കുന്നു, അഥവാ തലച്ചോറിന് അത് ശീലമാകുന്നു. തലച്ചോറ് പുതിയ അവസ്ഥയുമായി പൊരുത്തപ്പെടുന്നു. ഡോപ്പമൈൻ ക്രമേണ സ്ഥിരത കൈവരിക്കുന്നു. അതുകൊണ്ടാണ് മെസ്സേജുകൾക്ക് പഴയതുപോലെയുള്ള ആവേശം കുറയുന്നതായി തോന്നുന്നു. ആവേശം ശമിക്കുന്നു, ആസക്തി മങ്ങുന്നു. ഇതിനർത്ഥം പ്രണയം മരിക്കുന്നു എന്നല്ല. അതിനർത്ഥം നിങ്ങളുടെ തലച്ചോറ് വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ് എന്നാണ്. ആവേശത്തിന് വേണ്ടിയല്ല, മറിച്ച് സഹിഷ്ണുതക്കായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് മാറുന്നു. ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിലുള്ള ക്രഷും ബന്ധം ദീർഘകാലം നിലനിൽക്കുന്നതും തമ്മിലുള്ള നിർണായക വ്യത്യാസം എന്താണ്? ഒരു പ്രണയം ഡോപ്പമൈനെ വളരെയധികം ആശ്രയിക്കുന്നു. എല്ലാം പുതുമയുള്ളതും അനിശ്ചിതത്വമുള്ളതും ആവേശകരവുമാകുമ്പോൾ അത് തഴച്ചു വളരുന്നു. എന്നാൽ ദീർഘകാല ആകർഷണത്തിന് പുതിയൊരു കൂട്ടം രാസവസ്തുക്കൾ ആവശ്യമാണ്. ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിംഗ് ഹോർമോൺ, വാസോപ്രസിൻ എന്ന ലോയൽറ്റി ഹോർമോൺ, സെറോട്ടോണിൻ എന്ന സ്ഥിരതയെ നിലനിർത്തുന്ന രാസവസ്തു. ബന്ധം കൂടുതൽ ആഴത്തിലാകുമ്പോൾ ഈ രാസവസ്തുക്കൾ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങുന്നു. അവ വൈകാരിക സുരക്ഷ, വിശ്വാസം,
ആസക്തി, ബന്ധം ദീർഘകാലം നിലനിർത്താനുള്ള ആഗ്രഹം എന്നിവ സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ ഒരു അതിർത്തി നിശ്ചയിക്കുന്നത്. ഡോപ്പമൈൻ അഭിനിവേശം സൃഷ്ടിക്കുന്നു, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഭക്തി സൃഷ്ടിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കാമം വേഗത്തിലുള്ളതാണ്, അഭിനിവേശം തീവ്രമാണ്, എന്നാൽ നിലനിൽക്കുന്ന സ്നേഹം എന്നത് ഒന്നിലധികം തലച്ചോറിലെ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ജൈവിക പങ്കാളിത്തമാണ്. ചില ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഗവേഷണങ്ങൾ കാണിക്കുന്നത് ആകർഷണം നിലനിൽക്കുന്ന ഒരു ആകസ്മിക സംഭവമല്ല, അതൊരു മാതൃക മാത്രമാണ് എന്നാണ്. ദീർഘകാല ബന്ധങ്ങൾ തലച്ചോറിനെ 3 ശക്തമായ വഴികളിലൂടെ ഉത്തേജിപ്പിക്കുന്നു. ഒന്ന്, തുടർച്ചയായ പുതുമ അഥവാ ഡോപ്പമൈൻ സജീവമായി നിലനിർത്തൽ. പുതുമ എന്നാൽ പങ്കാളികളെ മാറ്റുക എന്നല്ല, അതിനർത്ഥം അനുഭവങ്ങൾ മാറ്റുക എന്നാണ്. യാത്ര, ഹോബികൾ, സാഹസികതകൾ എന്നിങ്ങനെ പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് പരീക്ഷിക്കുന്ന ദമ്പതികൾ ഡോപ്പമൈൻ സിസ്റ്റത്തെ സജീവമായി നിലനിർത്തുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തി. എന്തുകൊണ്ട്? കാരണം തലച്ചോറ് ഉത്തേജനം ഇഷ്ടപ്പെടുന്നു. ചെറിയ ആശ്ചര്യങ്ങൾ പോലും ആവേശം പുനഃസജ്ജമാക്കുകയും സ്പാർക്ക് തിരികെ വരാൻ സഹായിക്കുകയും ചെയ്യും. 2, വൈകാരിക സുരക്ഷ അഥവാ ഓക്സിറ്റോസിൻ ഹോം ബേസ്. തലച്ചോറിന് അടുപ്പം നിലനിർത്താൻ വിശ്വാസം, ആശയവിനിമയം, വിശ്വാസ്യത എന്നിവ ആവശ്യമാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം വൈകാരികമായോ ശാരീരികമായോ മാനസികമായോ സുരക്ഷിതരാണെന്ന് തോന്നുമ്പോഴെല്ലാം തലച്ചോറ് ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നു. ഓക്സിറ്റോസിൻ ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ സ്വന്തം വീട് പോലെ ഏറ്റവും സുരക്ഷിതവും ആശ്വാസപ്രദവുമായ സ്ഥലമായി തോന്നിപ്പിക്കുന്നു. വർഷങ്ങളായി ഓക്സിറ്റോസിൻ ഒരു നാഡീബന്ധം രൂപപ്പെടുത്തുന്നു. അത് തകർക്കാൻ അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാണ്. 3, പങ്കിട്ട ഓർമ്മകൾ അഥവാ നമ്മളായി മാറുന്ന കഥ. മനുഷ്യർ യുക്തിയിലൂടെയല്ല ബന്ധം സ്ഥാപിക്കുന്നത്, കഥയിലൂടെയാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്. ഒരുമിച്ച് വളരുന്ന ദമ്പതികൾ നിർമ്മിക്കുന്നത് പരസ്പരം പങ്കിട്ട ഐഡന്റിറ്റി, പരസ്പരം പങ്കിട്ട ദിനങ്ങൾ, പങ്കിട്ട വൈകാരിക നിമിഷങ്ങൾ എന്നിവയാണ്. ഈ ഓർമ്മകൾ തലച്ചോറിനെ ഉണർത്തുകയും അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബന്ധങ്ങൾക്ക് നമ്മൾ ഇതിൽ ഒരുമിച്ചാണ് എന്ന ശക്തമായ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ സ്ഥിരമായ ഡോപ്പമൈൻ ഉള്ളവയോ അല്ലെങ്കിൽ സ്ഥിരമായ സുരക്ഷയുള്ളവയോ അല്ല, മറിച്ച് രണ്ടും സന്തുലിതമാക്കുന്നവയാണ്. ഒരു ശാശ്വത ബന്ധത്തിന് ആവേശത്തിൻ്റെ നിമിഷങ്ങൾ, സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ, അഭിനിവേശത്തിൻ്റെ നിമിഷങ്ങൾ, ആഴത്തിലുള്ള ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ എന്നിവയുണ്ടാകും. ആരോഗ്യകരമായ ഒരു പ്രണയകഥ ശാന്തമോ സ്ഥിരമോ അല്ലാത്ത, എന്നാൽ വൈകാരിക ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു താളമാണ്. ഒരേ സമയം വെല്ലുവിളിക്കുകയും ഉത്തേജിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ബന്ധങ്ങളിലാണ് തലച്ചോറ് വളരുന്നത്. ശാശ്വതമായ നിലനിൽക്കുന്ന ആകർഷണം ഒരു നിഗൂഢതയല്ല, അതൊരു ശാസ്ത്രമാണ്. കാലക്രമേണ പരിണമിക്കുന്ന തലച്ചോറിലെ രാസവസ്തുക്കൾ തമ്മിലുള്ള ജൈവമാറ്റങ്ങളാണ്. അഭിനിവേശം ഒരു സ്പാർക്കാണ്. ദീർഘകാല പ്രണയം നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു ജ്വാലയാണ്. ആകർഷണത്തിൻ്റെ നിശബ്ദ ശില്പിയാണ് തലച്ചോറ്. അതിൻ്റെ രസതന്ത്രം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുക, നഷ്ടപ്പെട്ട അഭിനിവേശം വീണ്ടെടുക്കുക, വൈകാരിക ആഴം വളർത്തുക, വർഷങ്ങളോളം ആകർഷണം നിലനിർത്തുക എന്നിവ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പ്രണയം വെറുതെ സംഭവിക്കുന്നതല്ല, തലച്ചോറാണ് അത് സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.